ഇതുപോലെ ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി നോക്കിയാലോ? എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡി ടു കുക്ക് ഗ്രീൻ പീസാണ് കേട്ടോ. നിങ്ങൾക്ക് അല്ലാത്ത ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ തലേന്ന് അത് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇടുക. പിന്നെ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക. 3 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും കുക്കർ ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിവിടെ അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യുക. ഇത് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇനി നമ്മൾ ഈ അരപ്പിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ഏലക്കയുടെ കുരുവാണ് കേട്ടോ. അതും ചേർത്ത് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതും ചേർക്കാം കേട്ടോ. 2 തണ്ട് മല്ലിയില അരിഞ്ഞു വെച്ചതാണ്. അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായി ആവശ്യമായ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടായതിനു ശേഷം കടുകിടുക. കടുക് പൊട്ടിയതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ടുള്ള ക്ലിപ്പ് വിട്ടുപോയതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ആഡ് ചെയ്യുക. അതിനെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളി നല്ലതുപോലെ വഴണ്ടു വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. അതിന് പേസ്റ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ചെറുതായിട്ട് തിള വരുന്നത് കാണുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ വെട്ടി തിളയ്ക്കാൻ വെക്കുക കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ വെട്ടി തിളയ്ക്കണം കറി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ആഡ് ചെയ്യാം കേട്ടോ. ഗ്രീൻ പീസ് എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ കൂട്ടി ഇളക്കുക. ഗ്രീൻ പീസിൽ അരപ്പിൻ്റെയൊക്കെ ഫ്ലേവർ പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് നല്ല വൃത്തിക്ക് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.